കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. വനംവകുപ്പിനോടും വിശദീകരണം തേടി. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, സ്വമേധയായുള്ള ഇടപെടലാണല്ലോ, വിശദാംശങ്ങൾ എന്ത്? ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഈ കേസ് പരിഗണനയ്ക്കായി എടുത്തത്. ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കോടതി കേസ് പരിഗണിക്കുകയായിരുന്നു. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവസ്വം ലൈവ് സ്റ്റോക്ക് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം വന്നത്. ആനയുടെ ഭക്ഷണ യാത്രാ രജിസ്റ്റർ അടക്കമുള്ള രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. ഗുരുവായൂർ ദേവസ്വത്തോടും വനംവകുപ്പിനോടും കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തിനാണ് ഇത്ര ദൂരത്തേക്ക് ആനയെ കൊണ്ടുപോയത് എന്ന് കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നു. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് എന്നും കോടതി ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. ഇടഞ്ഞ 2 ആനകളും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതാണ് എന്നതാണ് ഇതിൽ ചേർത്ത് വായിക്കേണ്ടത്. ഇതിലിപ്പോൾ ഈ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരം നമുക്ക് വരുന്നുണ്ട്. ശ്രീകാന്ത്, വനംവകുപ്പ് ADM എന്നിവർ വനമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി നമുക്ക് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ചട്ടലംഘനം കൂടി കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കർക്കശമായൊരു രീതിയിലേക്ക് ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ കരുതേണ്ടേ ശ്രീകാന്ത്? അനുജ, ഈ നാട്ടാനകളെ എഴുന്നള്ളിക്കുന്നതും ഉത്സവത്തിനും മറ്റും കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഹൈക്കോടതിയുടെ നേരത്തെ തന്നെ ഉത്തരവുകൾ ഉണ്ടായിരുന്നു. അത് സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ ഉത്സവ കമ്മിറ്റി, ആഘോഷ കമ്മിറ്റി ചുമതലക്കാർ. പക്ഷേ ഈ തിങ്കളാഴ്ച ഈ ഉദ്യോഗസ്ഥൻ കൂടി ഹാജരാകാൻ പറഞ്ഞ പശ്ചാത്തലത്തിൽ ഈ ചട്ടലംഘനം ഉണ്ടായി എന്നിപ്പോൾ വാർത്ത കൂടി വരുമ്പോൾ കർശനമായ നടപടി കോടതിയിൽ നിന്നും ഉണ്ടാകും. അക്കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല, സർക്കാർ ഈ വിഷയത്തിൽ തുടർന്ന് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും പ്രസക്തമാണ്. ഇത്തരത്തിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ടും നാട്ടാന പരിപാലന ചട്ടം അത് പൂർണ്ണമായും പാലിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ചും സർക്കാരിന്റെ ഭാഗം കൂടി ഒരുപക്ഷെ കോടതി കേൾക്കുകയും ചെയ്യും. സ്വാഭാവികമായും കടുത്ത നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. തിങ്കളാഴ്ചയാണ് ഈ ഉദ്യോഗസ്ഥൻ ഹാജരാകേണ്ടത്. ശ്രീകാന്ത്, ഇതിൽ നമുക്കറിയാം തൃപ്പൂണിത്തുറയിലെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ കോടതി വളരെ കൃത്യമായ അല്ലെങ്കിൽ കർക്കശമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. പിന്നീട് അത് സുപ്രീം കോടതിയിലേക്ക് പോയാണ് ഒരു ഇളവുമൊക്കെയായി വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഇനി ഉത്സവകാലമാണ് കേരളത്തിൽ വരുന്നത്. ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ നിയമം പാലിച്ചുകൊണ്ടാകണം എന്നതിലേക്ക് കോടതി പോകാനുള്ള സാധ്യത കൂടുതലല്ലേ? ഇതിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കൂടിയിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഹൈക്കോടതിക്ക് സ്വന്തം നിലയിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കുമെന്നും കരുതാൻ വയ്യ. മറ്റൊരു ഡിവിഷൻ ബെഞ്ചാണ്, സീനിയർ ജഡ്ജസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് നേരത്തെ പരിഗണിച്ച് ഈ നാട്ടാന പരിപാലന ചട്ടത്തിൽ ഒരു ഇളവും നൽകാതെ അത് പാലിക്കണം എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞത്. പക്ഷേ അതിനെതിരെ ഉത്സവാഘോഷ കമ്മിറ്റികൾ സുപ്രീം കോടതിയിൽ പോയി ഒരു സ്റ്റേ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി സർക്കാർ നിലപാട് ഇതിൽ പ്രസക്തമാണ് എന്ന് പറയാനൊരു കാരണമുണ്ട്. കാര്യം ഇനി സർക്കാരാണ് ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കണം. ഈ ഉത്സവകാലം അനുജ പറഞ്ഞതുപോലെ വരാൻ പോകുന്നു. അതിലൊക്കെ ചട്ടം കർക്കശമാക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. ഒരു പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ കേസ് അത് തിങ്കളാഴ്ച കോടതിയിൽ വരുമ്പോൾ സർക്കാർ തങ്ങളുടെ ഭാഗം അറിയിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അനുജ പറഞ്ഞതുപോലെ ഈ ഉത്സവങ്ങളെയൊക്കെ തന്നെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് പോകുമോ എന്ന് കണ്ടറിയണം. ശരി, മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സ്വമേധയാ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ ഹാജരാകണം എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വനംവകുപ്പിനോടും വിശദീകരണം തേടിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഈ കേസ് കോടതി പരിഗണിക്കും.